ഗ്രീക്ക് ശില്പങ്ങൾ, മനുഷ്യ സൗന്ദര്യത്തിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഗ്രീക്ക് ശില്പങ്ങൾ, ഡാവിഞ്ചിയും മൈക്കൽ ആഞ്ചലോയും പോലുള്ള ശില്പികൾ ഉണ്ടാക്കിയ ശില്പങ്ങൾ, ആ ശില്പങ്ങളുടെ മുമ്പിൽ അതേ രീതിയിൽ ബോഡി പോസ് ചെയ്യുക. കാണുന്നവർക്ക് ഒരു പ്രത്യേക ഫീലിംഗ് വരണം. ബോഡി ബിൽഡിംഗ് എന്നുള്ള ഒരു കല പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ശരീരം ആ ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് മാറും എന്ന് ബോധ്യം വരുത്തുന്ന രീതിയിലുള്ള ഒരു ഷോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരസ്യം കിട്ടി. പക്ഷേ ആ ഷോ നടക്കുന്ന അന്ന് രാത്രി സിറ്റിയിൽ അതിശക്തമായ കൊടുങ്കാറ്റും മഞ്ഞും. കാറ്റത്ത് മഞ്ഞ് ആഞ്ഞടിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ അവർ പ്രതീക്ഷിച്ചു വരുന്നവർ വളരെ കുറവായിരിക്കും. എന്നാൽ അവരുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് ആ ഗാലറി മുഴുവൻ നിറഞ്ഞു. ഏകദേശം 3000-ഓളം ജനങ്ങൾ. അതിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളുണ്ട്, അതല്ലാതെ സാധാരണ ജനങ്ങളുണ്ട്. പോസിങ്ങിന് പ്രധാനമായിട്ടും അവിടെ അണിനിരുന്നത് 3 ബോഡി ബിൽഡേഴ്സ് ആയിരുന്നു. അർണോൾഡിനെ കൂടാതെ ഫ്രാങ്ക് സെയിനും മറ്റൊരു പ്രശസ്ത ബോഡി ബിൽഡറായ എഡ് കോണിയും. ഫ്രാങ്ക് സെയിനിൻ്റെയും എഡ് കോണിയുടെയും കാര്യം പറയുകയാണെങ്കിൽ അർണോൾഡിനേക്കാൾ വളരെ സീനിയർ ബോഡി ബിൽഡേഴ്സാണ്. കൂടുതൽ കാലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർ നല്ല രീതിയിൽ പോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അർണോൾഡിനെ തന്നെ പോസിങ് അവർ പലരും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്.